മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഡബിൾ എ റഹീം ഈ മേയർക്കെതിരെയും ഡെപ്യൂട്ടി മേയർക്കെതിരെയും ഉറഞ്ഞുതുള്ളിപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും മേയറും ഡെപ്യൂട്ടി മേയറും റീലിറക്കുന്നു എന്നൊക്കെയാണ് ഇരവാദമായിട്ട് പറയുന്നത്. റീലൊക്കെ എല്ലാ ആളുകളും ഇപ്പോ ഇറക്കാറില്ലേ? ഈ പറയുന്ന ഡബിൾ എ റഹീം റീൽ ഇറക്കാറില്ലേ? അതേപോലെ തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും റീൽ ഇറക്കാറുണ്ട്. നമുക്ക് ഏതായാലും ഈ മൂന്ന് പേരുടെയും റീൽ ഒന്നെടുത്ത് മുന്നോട്ട് വെക്കാം. എന്നിട്ട് ആരാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ഈ റഹീം എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. റഹീം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. റീലിലെ അഭിനയം പോലെ എളുപ്പമല്ല റിയലായ നഗരഭരണമെന്ന് മേയറും ഡെപ്യൂട്ടി മേയറും ഓർക്കണം. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ വെള്ളപ്പൊക്ക ദുരിതത്തിന് കാരണം നഗരസഭയുടെ ഗുരുതരമായ അനാസ്ഥയും മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ വീഴ്ചയുമാണ്. വിവിധ വകുപ്പുകളെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ തിരുവനന്തപുരം നഗരസഭ പൂർണ്ണമായി പരാജയപ്പെട്ടു. മാലിന്യ നീക്കം തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇന്നലത്തെ മഴയിൽ മാലിന്യങ്ങൾ കുത്തൊഴുകി റോഡിൽ നിറഞ്ഞത്. ഇപ്പോഴും മേയർ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നില്ല. ഉണ്ടായ വീഴ്ചകൾ തിരുത്തുന്നില്ല. ഇത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നു. ഒഴുകി നടക്കുന്ന മാലിന്യങ്ങൾ രോഗങ്ങൾ പടരാൻ ഇടയാക്കും. ഒരു ഏകോപനവും നടക്കുന്നില്ല. മേയറും ഡെപ്യൂട്ടി മേയറും മത്സരിച്ചിരുന്ന റീലുകളും ലക്ഷങ്ങൾ ചിലവഴിച്ച് നടത്തുന്ന ഓൺലൈൻ പ്രൊമോഷനും മാത്രമാണ്. അതായത് മേയർ ഈ പറയുന്ന റഹീം മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെ റീൽ ഇറക്കുന്നു എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു പോസ്റ്റ് ഇടാൻ റഹീമിന് നാണമില്ലേ? ഉളുപ്പില്ലേ? ഒരു നാടും തോന്നില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം കേരളം അടക്കി ഭരിച്ചു. ഈ പറയുന്ന കോർപ്പറേഷൻ ഒരുപാട് കാലമായി അടക്കി ഭരിച്ചു. ഇപ്പം ഒരു മഴ പെയ്യുമ്പോഴേക്ക് മുട്ടറ്റം വെള്ളം റോട്ടിലൊക്കെ നിറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഇടത് ഭരണകൂടത്തിനും ഈ പറയുന്ന റഹീമിനൊക്കെ തന്നെയല്ലേ? വെറും 4 മാസമല്ലേ ആയിട്ടുള്ളൂ ഈ പറയുന്ന മേയറൊക്കെ അധികാരത്തിൽ, ഈ പറയുന്ന BJP കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയിട്ട്. ഇനി ഡെപ്യൂട്ടി മേയറൊക്കെ എന്ത് റീലാണ് ഇറക്കുന്നത്? അതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. റഹീം ഇറക്കിയ റീലും നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഡെപ്യൂട്ടി മേയറൊക്കെ ഇറക്കിയ റീലിൽ വ്യക്തമായിട്ട് അവർ പറയുന്നു. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ഉപയോഗിക്കാതെ മേയർ കെയർ എന്ന പദ്ധതി പ്രഖ്യാപിച്ച് 5000 സ്കൂൾ കുട്ടികൾക്ക് ബാഗും മറ്റു പഠനോപകരണങ്ങളും നൽകി. ഈ പദ്ധതിയുമായി സഹകരിച്ചു കൂടെ ഉണ്ടായിരുന്ന എൻ്റെ എല്ലാ പ്രിയ കൗൺസിലർമാർക്കും ഉദ്യോഗസ്ഥർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. മേയർ കെയർ ഇനിയും തുടരും. എന്താണ് ഇവർ കോർപ്പറേഷനിലെ കുട്ടികൾക്ക് 5000 കുടുംബങ്ങളിലേക്ക് കോർപ്പറേഷൻ ഫണ്ട് എടുക്കാതെ അവരൊരു പദ്ധതി നടപ്പിലാക്കുന്നു. അത് യഥാർത്ഥത്തിൽ കേരള ജനത ഒന്നടങ്കം തിരിച്ചറിയണ്ടേ? അതിന്റെ ഭാഗമായിട്ട് അവർ റീലടക്കുന്നതിനെ തോന്നിയത് പറയുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന കോർപ്പറേഷനുകളിൽ ഇതൊക്കെ നടപ്പിലാക്കി ഇത് ഞങ്ങളും ചെയ്യാറുണ്ട് എന്നല്ലേ യഥാർത്ഥത്തിൽ ഡബിൾ എ റഹീം ഒക്കെ വിളിച്ചു പറയേണ്ടത്? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം. കേരളത്തിൽ ആകെ ഒരു കോർപ്പറേഷൻ മാത്രമാണ് BJPയുടെ കയ്യിലുള്ളത്. അത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ മാത്രം. ബാക്കി വരുന്ന കോർപ്പറേഷനുകൾ അതിൽ LDFന് കോർപ്പറേഷനിലെ ഈ കോർപ്പറേഷൻ ഫണ്ട് എടുക്കാതെ 5000 കുടുംബങ്ങളെ ഓരോ കോർപ്പറേഷനുകളിലും സഹായിച്ചുകൂടെ? എന്നിട്ട് BJPയും കോൺഗ്രസും CPM ഒക്കെ തമ്മിൽ മത്സരം നടത്തൂ. ഞങ്ങളാണ് കൂടുതൽ സഹായിച്ചത്, ഞങ്ങളാണ് കൂടുതൽ സഹായിച്ചത്. അതിന് മലയാളികൾ കൈയടിക്കൂ. അല്ലാതെ ഡെപ്യൂട്ടി മേയർ റീലിറക്കുന്നു, മേയർ റീലിറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കരയാൻ ഈ പറയുന്ന റഹീമിനൊരു ഉളുപ്പില്ലേ? ഇനി മേയർ ഒരു റീൽ ഇറക്കിയിട്ടുണ്ട്. അതിൽ എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 2047 ആകുമ്പോഴേക്കും ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഭാരതമായിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 20 വർഷം കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ 100ാം വാർഷികം 2047 ആഘോഷിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഇന്ന് 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് 25 വയസ്സായിരിക്കും. ഇന്ന് 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് 35 വയസ്സായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തിലെ
ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികൾ. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ഞങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ രാഷ്ട്രം കൂടെയുണ്ട്, ഒരു സിസ്റ്റം കൂടെയുണ്ട്, ഞങ്ങൾ ജീവിക്കുന്ന ജനിച്ചു വളർന്ന കോർപ്പറേഷൻ കൂടെയുണ്ട്, ഞങ്ങൾ നികുതി അടയ്ക്കുന്ന കോർപ്പറേഷൻ ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം രൂപപ്പെടുത്തിയ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പരിപാടിയുടെ ഞങ്ങൾ നൽകുന്നത്, ഞങ്ങൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ മേയർ ഇറക്കുന്ന റീലുകൾ? ഇത് മേയർ ഇറക്കുന്നതൊന്നും അല്ല, അത് ആദ്യം മനസ്സിലാക്കാം. ഇതൊക്കെ മറ്റ് ആളുകൾ ഇതൊക്കെ എടുത്ത് ഇറക്കുന്നതാണ്. ആദ്യം ആ ബോധം വേണം. ഇത് മേയറുടെ ഈ പോസ്റ്റിൽ വന്നതൊന്നുമല്ല, മേയർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്നും അല്ലത്. അതും സകലരും തിരിച്ചറിയാം. അപ്പോൾ മേയർ കൃത്യമായിട്ട് ഒരു പുതുതലമുറയോട് കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുക. ഞങ്ങൾ ഭരിക്കുന്ന കോർപ്പറേഷൻ, അപ്പൊ അവിടെ നികുതി അടിക്കുന്ന ജനതക്കൊപ്പം, പ്രത്യേകിച്ച് പുതുതലമുറക്കൊപ്പം ഞങ്ങളുണ്ട്. വളർന്നു വരുന്ന പുതുതലമുറക്ക് കൃത്യമായ ഒരു സന്ദേശം. ഞങ്ങൾ നികുതി അടിക്കുന്ന കോർപ്പറേഷൻ എന്താവശ്യത്തിനും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഞങ്ങളുടെ പഠനകാലം മുതൽ ഞങ്ങൾക്കൊപ്പമുണ്ട്. ആ മക്കള്, ആ കുട്ടികൾ വളരുമ്പോ ഈ രാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും ചെയ്യും. അവരുടെ ചെറുപ്പം മുതൽ അവരുടെ രാജ്യം, അവരുടെ സകലതും അവർക്കൊപ്പം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പുതുതലമുറക്ക് വലിയ സന്ദേശമാണ് കോർപ്പറേഷൻ നിരന്തരം കൊടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തില് മേയറൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കും. വലിയ രീതിയിൽ അവിടെ മേയറും അവിടെയുള്ള സകല കൗൺസിലർമാരും ഈ പറയുന്ന മേയർക്കൊപ്പം തോളോട് തോളി ചേർന്ന് നിൽക്കുന്നു. കാരണം അവിടെ നന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പുതുതലമുറയെ വലിയ രീതിയിൽ വാർത്തെടുക്കുക. 2047 എന്ന ആ സുന്ദരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതം എന്ന് ലക്ഷ്യം വെച്ച ആ ലക്ഷ്യത്തിലേക്ക് തലസ്ഥാന നഗരിയിലെ പുതുതലമുറയെ കൈപിടിച്ചുയർത്തുമ്പോ അതിന് കുരുപൊട്ടുക. ഇപ്പോഴും ആ വെള്ളക്കെട്ടിന്റെ പ്രശ്നവും പറഞ്ഞ് ആ വെള്ളക്കെട്ടിന്റെ അവസ്ഥ ആരാ ഉണ്ടാക്കിയത്? അത് ഇടതുപക്ഷം തന്നെയല്ല. ഇത്രയും കാലം കേരളം ഭരിച്ച, കോർപ്പറേഷൻ ഭരിച്ച അവർക്ക് നാണമില്ലേ? എന്നിട്ട് അവിടെ വേസ്റ്റ് ഉണ്ട് 160 ലോഡ് ഈ പറയുന്ന മേയർ, ഈ 4 മാസമായിട്ടുള്ള മേയറുടെ നേതൃത്വത്തിൽ 160 ലോഡൊക്കെ അവിടെ വേസ്റ്റും ഈ പറയുന്ന മണ്ണൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പറയുന്ന ഡബിൾ എ റഹീം എന്ത് റീലാണ് ഇറക്കാറുള്ളത്? ഞാനൊരു പോസ്റ്റ് വായിച്ച് കേൾപ്പിക്കും. ഞാൻ ആ ഫോട്ടോ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല. ഇത്തരത്തിൽ അവിടുന്ന് വടശ്ശേരിയിലെ സതീശൻ സാറേ കുട്ടികൾ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ആ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ബാരിക്കേഡിന്റെ മുകളിൽ കുട്ടികളെ ഇരുത്തുക. ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഡബിൾ എ റഹീമും ഈ പറയുന്ന സംവിധാനവും പോലീസിനെതിരെ പോരാടാന്, ബാരിക്കേഡ് പൊളിക്കാന്, ഈ പറയുന്ന കേസുകാരെ ഇടിക്കാന്, ഈ പറയുന്നത് പോലെ എതിരാളികളെ അടിച്ചൊതുക്കി ഇല്ലാതെയാക്കുക എന്നൊരു ശൈലി. പോലീസുകാരോട് നിരന്തരം കൊമ്പുകോർക്കുക, പോലീസുകാരെ വെല്ലുവിളിക്കുക, എന്നിട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളെ പിടിച്ച് തെരുവിലിറക്കിയിട്ട് സമരം ചെയ്യിപ്പിച്ച് അവരുടെ ഭാവി നശിപ്പിക്കുക. അത്തരത്തിലുള്ള റീലായി റഹീം ഇറക്കുന്നത്. റീൽ ഇറക്കാത്ത ആളല്ല. റഹീം നിരന്തരം റീൽ ഇറക്കുന്നത് പോലീസിനോട് പോരാടുക, അടുത്തേക്ക് വരുന്നവരെ വിടരുത്, പുതുതലമുറയെ പഠിപ്പിക്കുക. അതേസമയം ഇപ്പുറത്ത് മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ റീൽ ഇറക്കുന്നത് ആ പുതുതലമുറയോട് രാജ്യത്തിന്റെ വളർച്ചക്കൊപ്പം നിൽക്കൂ, രാജ്യത്തെ വളർത്താനൊപ്പം നിൽക്കൂ. എത്ര സുന്ദരം! ഒരു ഭാഗത്ത് പുതുതലമുറക്ക് അവരുടേതായ, അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ സ്വപ്നം കാണുന്ന സുന്ദരമായ ഒരു ലക്ഷ്യത്തിലേക്കാണ് പുതുതലമുറയെ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ കൈപിടിച്ച് ഉയർത്തുന്നത്. അതേ സമയത്ത് ഡബിൾ എ റഹീമും കൂട്ടരും പൊക്കിപ്പിടിക്കുന്നത് ബാരിക്കേഡിന്റെ മുകളിലിരുന്ന വലിയ സംഭവം ഈ പറയുന്നത് പോലെ പോലീസുകാർക്കെതിരെ ആക്രോശിക്കുക, അടികൂടുക, പിടികൂടുക. എന്തൊരു അവസ്ഥയാ! ഡബിൾ എ റഹീമിന്റെ റീലിന്റെയൊക്കെ സ്ഥാനം കേരള ജനത കുപ്പത്തൊട്ടിയിലേക്ക് തന്നെ എറിയുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.